പാലാ KM മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ആധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം ലഭ്യമായി. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.79 കോടി രൂപ വിനിയോഗിച്ചാണ് വിപണിയിൽ ലഭ്യമായ ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഡിജിറ്റൽ എക്സ്റേ മെഷീൻ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 2 സെക്കൻഡ് കൊണ്ട് മികവാർന്ന എക്സ്റേ ചിത്രങ്ങൾ ലഭ്യമാകുമെന്നതാണ് ഈ ഉപകരണത്തിന്റെ ഏറ്റവും വലിയ മേന്മ. റോബോട്ടിക് സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തി സാംസങ് കമ്പനി നിർമ്മിച്ച ഉപകരണമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ദിവസം നിരവധി പേർക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എക്സ്റേ സൗകര്യം ലഭ്യമാക്കുവാൻ 1000 mA ശേഷിയുള്ള ഈ ഉപകരണത്തിന് കഴിയും. ഫുള്ളി ഓട്ടോമേറ്റഡ് റിമോട്ട് കൺട്രോൾ സിസ്റ്റം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ആരോഗ്യവകുപ്പിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള ഇത്തരമൊരു എക്സ്റേ ഉപകരണം സ്ഥാപിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാനും മാനേജിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ തോമസ് പീറ്റർ പറഞ്ഞു. കമ്പനി അധികൃതർ ഉപകരണത്തിന്റെ പ്രവർത്തനം വിശദീകരിച്ചു. ജനറൽ ആശുപത്രിയിൽ അത്യാധുനിക രീതിയിലുള്ള എക്സ്റേ മെഷീൻ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ്. ഡിജിറ്റൽ എക്സ്റേ ആണ്. അതിന് ഏതാണ്ട് 1,79,00,000 രൂപയാണ് ചെലവ് മുനിസിപ്പാലിറ്റിക്ക് വന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെ മറ്റ് ആശുപത്രികളിൽ എൻ്റെ അറിവിൽ തരം ആശുപത്രി ഇല്ല എന്നാണ്. ഇത്രയും പുതിയ മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഒരു എക്സ്റേ മെഷീൻ മറ്റ് ഒരു സ്ഥലങ്ങളിലും ഇല്ല. ഇപ്പോൾ ഇവിടെ ട്രയൽ റൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ നിരീക്ഷണത്തിനായിട്ട് ഞങ്ങൾ വന്നതാണ്. താമസിയാതെ അടുത്ത ആഴ്ച ഇതൊരു ഇനാഗുറേഷൻ ഉദ്ഘാടനം നടക്കും. നമ്മുടെ പെരുമാറ്റച്ചട്ടമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടനം നടക്കും. ദിനം പ്രതി ഏതാണ്ട് 1000-ഓളം രോഗികൾക്ക് എക്സ്റേ എടുക്കുവാൻ ഇവിടെ നിന്ന് സാധിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അത് അങ്ങേയറ്റം ക്ലാരിറ്റിയുള്ള വളരെ നല്ല എക്സ്റേ ആണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിന് മറ്റ് ആശുപത്രികളിൽ നിന്നും ശുപാർശ ചെയ്യുന്നവർക്കും സർക്കാർ നിരക്ക് മാത്രം ഈടാക്കി സൗകര്യം ലഭ്യമാക്കുവാൻ കഴിയും. ഔപചാരികമായ ഉദ്ഘാടനം അടുത്ത ആഴ്ചയിൽ നടത്തും. മുൻ ചെയർമാൻമാരായ ആന്റോ പടിഞ്ഞാറേക്കര, മാനേജിംഗ് കമ്മിറ്റി അംഗം ജെയ്സൺ മാന്തോട്ടം എന്നിവരും ചെയർമാനൊപ്പം ആശുപത്രി സന്ദർശിച്ചു. i4A ന്യൂസ്, പാലാ.